ഗാസ സിറ്റിയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ. ട്രംപ് അവതരിപ്പിച്ച സമാധാന കരാറിനെ കുറിച്ച് ആലോചിക്കാൻ ഹമാസ് നിർബന്ധിതമാകുന്നു. ഗാസയെ ഇസ്രായേൽ സൈന്യം വളഞ്ഞതായും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ച് ആക്രമണം കൂടുതൽ ശക്തിയാക്കിയതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് പലസ്തീൻകാരോട് ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോകാനുള്ള മുന്നറിയിപ്പും ഇസ്രായേൽ നൽകി കഴിഞ്ഞു. ഇനിയും അവിടെ തുടരുന്നവർ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നവരുമാണെന്നാണ് ഇസ്രായേൽ പക്ഷം. ഇസ്രായേൽ ആക്രമണത്തിൽ 45 പേരെ കൊലപ്പെടുത്തിയതായി ഹോസ്പിറ്റൽ വൃത്തങ്ങൾ അറിയിക്കുന്നു. റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ളവരുടെ സേവനങ്ങൾ തടസ്സപ്പെട്ടു. ഹമാസ് അമേരിക്കയുടെ 20-ദിന സമാധാന കരാറുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ശ്രദ്ധിച്ചു വരികയാണ്. തുർക്കിഷ് അറബ് മധ്യസ്ഥതയിൽ അനുകൂല നിലപാടുകൾക്കായി ഹമാസിനെ നിർബന്ധിക്കുന്നുവെങ്കിലും ഹമാസ് അത് തള്ളിക്കളയുമെന്നാണ് സൂചന. ഗാസയിൽ ആതുര ശുശ്രൂഷ രംഗത്തുള്ളവർക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമടക്കം പ്രതിസന്ധികളാണുള്ളത്. ട്രംപിന്റെ സമാധാന കരാർ പലസ്തീനിയൻ ജനത അവഗണിക്കുമെന്നാണ് ഹമാസ് പക്ഷം. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് പട്ടിണിയിൽ അകപ്പെട്ടവരെയും അവശരെയും സഹായിക്കുന്നത് തുടരുമെന്നതും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.